ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 10-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. മലയാളം. പ്രയാണകാലത്തിൽ ഇളകാത്ത ഭക്ത്യാ ഭജിച്ചു യുക്തൻ യഥചിത്തനായി പ്രാണങ്ങളുള്ളിൽ പ്രാപിച്ചിടുന്നു പരനാംപുമാനെ. പ്രയാണകാലേച്ച മരണസമയത്തും ഭക്ത്യാ യുക്ത ഭക്തിയോട് കൂടിയവനായി യോഗബലേന അഭ്യാസബലം കൊണ്ട് അചലേന മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയിട്ട് ഒട്ടും ഇളകാതെ ചലിക്കാതെ പ്രാണം ഭ്രോഹോ മധ്യേ സമ്യക്കാവേശ്യ പ്രാണനെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിർത്തിയിട്ട് വേണ്ട വിധത്തിൽ നിർത്തിയിട്ട് യഹ പരംപുരുഷം അനുസ്മരേത് ആരാണോ പരമപുരുഷനെ ധ്യാനിക്കുന്നത് സഹ തം ദിവ്യം ആ പ്രകാശസ്വരൂപിയായ പരംപുരുഷമേവ ഉപായിതി ആ പരമപുരുഷനെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എങ്ങനെയുള്ളതാണ് പരമാനന്ദ സ്വരൂപം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ച് വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട പരമപുരുഷൻ്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാക്കുകൾ അതിലുപയോഗിച്ചിട്ടുണ്ട്. കവിഹി പുരാണഃ അനുശാസിത അണോരണീയാൻ സർവസ്യധാത അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്താത്. ഇങ്ങനെയൊക്കെയുള്ള ആ വിവരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ പ്രയാണകാലേച്ച മരണസമയത്തും ഭക്തിയോടുകൂടി എല്ലാ സമയത്തും പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സുഖലോലുപമായിട്ടുള്ള ജീവിതം എല്ലാം കഴിഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് വയ്യായൊക്കെ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ മരിക്കും, അല്ലെങ്കിൽ ഇന്ന അസുഖമാണ്, അതിന് വലിയ അധികം കാലമൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നാളെ മുതൽ പ്രാർത്ഥിക്കട്ടെ എന്നല്ല. എപ്പോഴും ഭഗവത് സ്മരണ വേണം. എന്ത് കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് തന്നെ ചെയ്യണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഭക്തിയോടുകൂടി യോഗബലം നിമിത്തം ധ്യാനയോഗത്തിലെ ധ്യാനയോഗം എങ്ങനെ ചെയ്യണം, എവിടെ ഇരിക്കണം, എന്തെല്ലാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധ്യാനം യോഗം നടത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ പ്രാണനെ ഈ പുരികക്കൊടികളുടെ മധ്യത്തിൽ വേണ്ട വിധത്തിൽ സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണക്കാരന് സാധിക്കാത്ത കാര്യമാണ്. മാത്രമല്ല എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് കൊണ്ടുവരും വേണം. അങ്ങനെ ആരാണോ എന്നെ ധ്യാനിക്കുന്നത് അയാൾ അവസാന കാലത്താണല്ലേ. അപ്പോൾ അവസാന കാലത്ത് എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അത് തന്നെ ആയിരിക്കും നമ്മൾക്ക് അടുത്ത ജന്മത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അടുത്ത ജന്മത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഭഗവാനിൽ ലയിക്കുകയാണ്. അപ്പം അത്രയ്ക്കും ധ്യാനമൊക്കെ ശീലിച്ച ആൾക്കാർക്ക് മാത്രമേ ഈ പ്രാണവായുവിനെയൊക്കെ അങ്ങനെ നമ്മൾ വിചാരിച്ച സമയത്ത്, അതായത് അവർക്ക് മരണം അവർ നിശ്ചയിക്കുന്നതാണ് അത്ര. എപ്പോഴാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ മരണം പോലും എപ്പോഴാണ് വേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അത്രയ്ക്കും അവർക്ക് എത്രയോ നേരം പ്രാണനെ ഇങ്ങനെ ഭ്രൂമധ്യത്തിൽ അല്ലെങ്കിൽ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിർത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉറപ്പിച്ച ഒരാൾക്കാണ് നേരത്തെ പറഞ്ഞ പരമസ്വരൂപത്തെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇത്രയ്ക്കും ഭക്തിയോട് കൂടിയിട്ട് യോഗനിദ്ര ചെയ്ത ഒരാൾക്ക് മാത്രമേ നേരത്തെ ശ്ലോകത്തിൽ വിവരിച്ച ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്ഥിതപ്രജ്ഞത്വം നേടിയിട്ടുള്ള ഒരു യോഗിയുടെ മരണകാലത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കാണ് ഈ ശ്ലോകത്തിലെ.
യോഗസാധനകൾ മുഴുവനായിട്ടും പരിശീലിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുള്ളൂ. അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രയാണകാലം എന്ന് പറഞ്ഞാൽ മരണസമയം, ശരീരത്തിൻ്റെ മരണസമയമാണ്, അഹന്തയുടെ ഒരു സമയവും കൂടെയാണ്. അപ്പോൾ അഹന്ത നശിക്കുകയാണ്. ആത്മധ്യാനം വഴി നമ്മളുടെ ശരീര ബുദ്ധികളെ മുഴുവനും, അഹന്തകൾ മുഴുവനും നശിപ്പിച്ച് അജലേന ഇളകാത്ത മനസ്സുകൊണ്ട് ധ്യാനയോഗി, ആ ധ്യാനം ശീലിച്ചവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള യോഗികൾക്ക് മാത്രമേ കഴിഞ്ഞു. ഇനി ഭക്തിയായുക്ത എന്നാണ് പറയുന്നത്, ഭക്തിയോടുകൂടിയവൻ. അപ്പോൾ ഭക്തിയായുക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സുഖവും ദുഃഖവും എല്ലാം അവരുമായിട്ട് പങ്കുവയ്ക്കും അല്ലേ. അപ്പം എൻ്റെ സുഖവും ദുഃഖവും മറ്റാളിലും വരികയാണെങ്കിൽ മാത്രമാണ് അത്രയ്ക്കും നമ്മൾ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആണെന്ന് നമ്മൾ പറയുന്നുള്ളൂ. എൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും മുഴുവനും മറ്റേ ആളിലും കൂടെ ഉളവാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ വിചാരങ്ങൾ മുഴുവനും നമ്മൾ എവിടെയാണ് അർപ്പിക്കുന്നത്? ഭഗവാനിലാണ് അർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതാണ് ഭഗവാനോടുള്ള ഒരു പ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തൻ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ഈ സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ, ധ്യാനയോഗികൾക്ക് സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ജീവൻ മുക്തൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവർ ഭഗവാനിൽ ലയിക്കുക, ആ ഭക്തൻ ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടെ ഒന്നാവുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടതാണ് ഭക്തി. അതാണ് ഭക്തിയായുക്ത. ചുരുക്കി പറയുകയാണെങ്കിൽ ധ്യാനയോഗിയുടെ ഒരു മാനസിക നില ഭഗവാനിലേക്ക് ഇനി മാത്രമേ വേണ്ടൂ, അത്രയ്ക്കും അടുത്ത് കഴിഞ്ഞു. ആ കാലത്ത് അതാണ് പ്രയാണകാലം, അഹന്തയുടെയും കൂടെ മരണവേള എന്ന് പറയാൻ കാരണം. ഇനി യോഗബലം എന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അല്ലേ. ധാരാളം കാലമായിട്ട് എത്രയോ കാലമായിട്ട് ധ്യാനം അനുഷ്ഠിക്കുന്ന ഒരു സാധകൻ്റെ മനസ്സിൻ്റെ സ്ഥിരതയാണ് യോഗബലം എന്ന് പറയുന്നത്. മനസ്സ് ഇനി ഒന്നിലും ഇളകില്ല, എന്ത് തന്നെ വന്നോട്ടെ മനസ്സ് യാതൊരു തരത്തിലും ഇളകാൻ പോകുന്നില്ല, സ്ഥിരതയോടുകൂടെ നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ യോഗബലം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ധ്യാനയോഗിയുടെ അന്ധകരണം ഇനി എന്ത് വന്നാലും, എന്തെല്ലാം മാറ്റങ്ങൾ എവിടെ ചുറ്റുവട്ടം നടന്നാലും ഞാൻ ഇളകില്ല, എൻ്റെ മനസ്സ് അത്രയും ഉറച്ചതാണ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ തൻ്റെ ചിത്തം പരമാത്മാവിൽ ഏകാഗ്രമാക്കി വെച്ച് പരമാത്മാവിൽ ലയിപ്പിക്കാനാണ് പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നേരത്തെ പറഞ്ഞ പ്രാണനെ ഭൂമധ്യത്തിൽ നിർത്തുക എന്നുള്ള പ്രവൃത്തി സാധിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ടുള്ള സമാധി പരിശീലനം വഴി മനസ്സിനെ ഏകാഗ്രതയിലെത്തിച്ച് പാരമ്യത്തിലെത്തി, ഏറ്റവും മാക്സിമത്തിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോഴാണ് നേരത്തെ പ്രാണവൃത്തികളെല്ലാം ചിലപ്പോൾ സ്തംഭിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാം അടക്കിക്കഴിഞ്ഞു, ജീവചേഷ്ടകൾ മുഴുവനായിട്ടും അടക്കിയിട്ട് ഞാനിതാ ഭഗവാനിലേക്ക് ലയിക്കുന്നു. സഹാ തം പരം പുരുഷമുപേതി ദിവ്യം. അവസാനം താനും ഭഗവാനും ഒന്നായി മാറുന്നു. ഭക്തൻ ഭഗവാനിലേക്ക് ലയിച്ചു പോകുന്നു. വീണ്ടും അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉപാസനാക്രമം എന്ന് വിവരിക്കുകയാണ്. 11ാമത്തെ ശ്ലോകം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. മലയാളം. വേദജ്ഞരേതൊന്നറിയുന്നു നിത്യം വിശിഷ്ടമേതൊന്നണയുന്ന സക്തൻ ഏതൊന്നു നേടുന്നിതു ബ്രഹ്മചര്യം അതോതിടാമിന്നു ചുരുക്കി ഞാനും. വേദവിദഃ യദ്, വേദജ്ഞന്മാർ ഏതൊന്നിനെയാണോ അക്ഷരം വദന്തി, അക്ഷരം നാശരഹിതം, അക്ഷരം ഇവിടെ അക്ഷരമാണ് നാശരഹിതം എന്ന് പറയുന്നത്. വീതരാഗഃ യതയഃ വിഷയാഭിലാഷങ്ങൾ വെടിഞ്ഞിട്ടുള്ള യതയഃ യോഗികൾ യദ് വിശന്തി എന്തിലാണോ പ്രാപിക്കുന്നത് പ്രവേശിക്കുന്നത്, യദ് ഇച്ഛന്തഃ എന്തിനെ ഇച്ഛിച്ചാണോ
ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചര്യാവ്രതം അനുഷ്ഠിക്കുന്നത് തത് പദം സംഗ്രഹേണ തേ പ്രവക്ഷ്യേ, ആ പദത്തെ വളരെ ചുരുക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരാം അർജുന. നമ്മൾ ധ്യാനയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രാണായാമം പരിശീലിക്കണം എന്നൊക്കെ. പ്രാണവൃത്തികൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ക്രമീകരിക്കുന്നതാണ് ഈ പ്രാണായാമം. ഇപ്പോൾ വേദജ്ഞന്മാർ വേദതത്വങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അക്ഷരം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനെയാണോ അവർ നാശരഹിതമെന്ന് പറയുന്നത്, ഏത് യോഗികളാണോ വീതരാഗ വിഷയാഭിലാഷങ്ങൾ മുഴുവനും വെടിഞ്ഞിരിക്കുന്നത്, എന്തിനെ ഇച്ഛിച്ച്, ജിജ്ഞാസുക്കളാണെങ്കിൽ എന്തിനെ ഇച്ഛിച്ചാണോ ഗുരുക്കളെ തേടിപ്പോകുന്നത്, ആരാണോ ബ്രഹ്മചര്യാവ്രതം അനുഷ്ഠിക്കുന്നത്, അതെല്ലാം ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ നാശരഹിതമാണെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും കണ്ടു. വീതരാഗാഹ വിഷയാഭിലാഷം വെടിഞ്ഞവർ, അല്ലെങ്കിൽ എല്ലാറ്റിലും വൈരാഗ്യം വന്നിട്ടുള്ള ആൾക്കാർ. നമ്മളുടെ ബുദ്ധി വികസിക്കുമ്പോൾ അതിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വിഷയകാമനകളെല്ലാം തനിയെ നീങ്ങിക്കോളും. അങ്ങനെ വിഷയകാമനകൾ മുഴുവനും ഒഴിവാക്കിയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വീതരാഗാഹ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളെ മുഴുവനും തടുത്തു വയ്ക്കാനല്ല അവിടെ പറയുന്നത്. ആഗ്രഹങ്ങളെ മുഴുവനും ചെയ്ത് ആ ആഗ്രഹ ഫലപ്രാപ്തി നേടി അതിൽ നിന്ന് ഒരു വിരക്തി വരാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും കൂടുന്നോ അത്രയും നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ, ധ്യാനത്തിൻ്റെ വിജയം എന്ന് പറയണത് ഒരു മനസ്സിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഒരു ഏകാഗ്രത, മനസ്സിനെ ഒരു ഏകാഗ്രത സൃഷ്ടിക്കലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് ഒരു സ്ഥിരതയുള്ളതായിട്ട് മാറും. ചിത്തസ്ഥിരത കൈവരുത്താൻ പറ്റും. അതിനുള്ള ഒരു മാർഗമാണ് ധ്യാനയോഗം. ഇതെല്ലാം നമ്മൾ ധ്യാനയോഗത്തിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്ത് ഒടുങ്ങി ആഗ്രഹങ്ങൾ ഇങ്ങനെ ചുരുങ്ങി വരും. എത്രയും ആഗ്രഹങ്ങൾ ഇല്ലാതെയാവുന്നു, മുഴുവനായിട്ടും ഇല്ലാതെയാവുകയാണെങ്കിൽ അത്രയും പുരോഗതിയാണ് നമുക്ക് സംഭവിക്കുക. അത്രയും പുരോഗതി വരും, വിജയസാധ്യതകളും കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉപാസിക്കേണ്ടതെന്ന് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിലായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളിപ്പം 10-11 ശ്ലോകങ്ങളാണ് വായിച്ചത്. ഇനി 12ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഓം അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.